അഖിൽ NRD കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത റീൽസ് വീഡിയോ, അതിൻ്റെ കൊമൻറ്റ് ബോക്സ് ലിറ്ററലി കേരളത്തിലുള്ള ഓൾമോസ്റ്റ് ഇൻഫ്ലുവൻസർ കോണ്ടൻറ്റ് ക്രിയേറ്റർ ഒക്കെ ആയിട്ട് നിൽക്കുന്ന കുറേ ബോഡി ബിൽഡേഴ്സ് എസ്പെഷ്യലി അവർക്ക് ഭയങ്കര ട്രിഗറായി. കൊമൻറ്റ് ബോക്സിനകത്ത് ഒരുപാട് പേര് വന്ന് അവരുടെ വിമർശനങ്ങൾ ഒക്കെ കമൻസ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ വീഡിയോയിൽ നിന്ന് തുടങ്ങാം. വിച്ച് വീഡിയോ, ഏത് വീഡിയോ ആണ് ഇവരെ ട്രിഗർ ചെയ്ത് നമുക്ക് നോക്കണമല്ലോ. അഖിൽ NRD നോൺ ഫോണിസ് ലൈക്ക് എന്താ പറയുക, അയാളുടെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ, അയാളുടെ റിയൽ ലൈഫായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ കണ്ടൻറ്റുകളൊക്കെ ചെയ്യുന്ന ഒരാളാണ് അഖിൽ NRD. റീസെൻ്റ്ലി സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. സോ അഖിലിൻ്റെ കണ്ടൻറ്റ് മലയാളികൾക്ക് അറിയുന്നതാണ് വർഷങ്ങളായിട്ട്. അപ്പോൾ അഖിൽ ചെയ്ത ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ 2 hours ഓഫ് ഡയറ്റ് മീ ബോഡി ബിൽഡിങ്, ഞാൻ ബോഡി ബിൽഡിങ് ചെയ്യുമ്പോൾ എന്നുള്ളത് ആ രീതിക്കാണ് അതിൻ്റെ അപ്പ് ആൻഡ് ഡൗണിൽ ടാഗ് എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഷുഗർ കട്ടാണ് ഇതിൻ്റെ ഒരു കോണ്ടൻറ്റ് വിഷയം. കുറച്ച് അധികം കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ആ ഒരു വീഡിയോയിൽ ഈ ഒരു പാട്ട് വിട്ടിട്ട് സംഗതി തുടങ്ങുകയാണ്. അതായത് ഫസ്റ്റ് ബൈറ്റ് ഓഫ് ഷുഗർ ആഫ്റ്റർ 2 hours ഓഫ് ഡയറ്റ്. സർക്കാസ്റ്റിക്കാണ്. ഷുഗർ ഡയറ്റ് എടുക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇപ്പോൾ ബോഡി ബിൽഡേഴ്സ് മാത്രമൊന്നുമല്ല, അത്യാവശ്യം ഹെൽത്തി ആയിട്ട് ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യണം എന്ന് താല്പര്യപ്പെടുന്ന ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പോൾ ഷുഗർ ഡയറ്റ് ഓപ്റ്റ് ചെയ്യാറുണ്ട്. ബിക്കോസ് ഷുഗർ എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് എ പോയ്സൺ എന്നുള്ളത് പലരും പറഞ്ഞു, അല്ലെങ്കിൽ പല സ്റ്റഡീസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സോ ഒരു അളവിൽ കൂടുതൽ ഷുഗർ നമുക്ക് വേണ്ട. ഓക്കെ, 30+ ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കൺട്രോൾഡ് ആവുന്നത് നല്ലതാണ്, അവോയ്ഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലതാണ്. പക്ഷേ എൻ്റെ കേസിൽ ഞാൻ ഹൈപ്പോഗ്ലൈസീമിക് ആയതുകൊണ്ട് എനിക്കത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ല. സോ ഇതിൻ്റെത് വേറൊരു ഉൾട്ട പ്രോസസ്സാണ് എനിക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഞാനാണെങ്കിലും ഇപ്പോൾ കുറച്ചായിട്ട്, പണ്ട് ഞാൻ ഭയങ്കരമായിട്ട്, കാരണം പണ്ട് ഞാൻ ഫെയിൻ്റ് ആവും, ഹൈപ്പോഗ്ലൈസീമിക് ആയതുകൊണ്ട് ഫെയിൻ്റായി താഴെ ചാടും, കാരണം ഷുഗർ ലെവൽ ഭയങ്കര ഡ്രോപ്പ് ആകുമ്പോൾ. ഇപ്പം പിന്നെ ഞാൻ വീണ്ടും ഒന്ന് കൺട്രോൾ ചെയ്ത് ഒന്ന് പിടിക്കാൻ നോക്കാറുണ്ട്. പക്ഷേ പറ്റ പോകുമ്പോൾ വീണ്ടും കഴിക്കാറുമുണ്ട്. പക്ഷേ എന്നെപ്പോലെ അല്ല എല്ലാവരും. സോ മോസ്റ്റ് മെജോറിറ്റി ആളുകൾക്കും ഷുഗർ ഇങ്ങനെ വാരി വലിച്ച് തിന്നുന്നത് നന്നല്ല, അത് കൺട്രോൾ ചെയ്യുന്നത് നന്നായിരിക്കും. അത് ബോഡി ബിൽഡേഴ്സിന് മാത്രം പറഞ്ഞുള്ളൊരു കാര്യമല്ല ഈ ഷുഗർ കട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ അഖിൽ NRD ഓൾറെഡി ഇങ്ങനത്തെ ഒരു റീൽ വീഡിയോ ഇടുന്നു. അതിനടിയിൽ അഖിൽ എഴുതി വെക്കുന്നുണ്ട്, മീ ആസ് എ ബോഡി ബിൽഡർ എന്ന് തന്നെയാണ്. മീ ബോഡി ബിൽഡിങ് ആൻഡ് മീ ആസ് എ ബോഡി ബിൽഡർ, ഇതാണ് അതിൻ്റെ അടിയിൽ. ഇതാണ് ബോഡി ബിൽഡേഴ്സിനെ ട്രിഗർ ചെയ്തത്. അത് ബോഡി ബിൽഡേഴ്സിനെ ഒരുമാതിരി എന്താ പറയുക, തേച്ചൊട്ടിക്കുന്ന രീതിയിൽ അവരുടെ ഷുഗർ കട്ടിനെ ഒട്ടും വിലയില്ലാതെ കാണുന്ന രീതിയിലുള്ളൊരു വീഡിയോ അല്ലേ എന്നുള്ള സെൻസിലെടുത്തിട്ടാണ് വരുന്നത് കമൻറ്റ് ചെയ്യുന്നത്. അവർ കമൻറ്റ് ചെയ്യുന്നതിന് അവർക്ക് ഒരു തെറ്റും അവരെ പറയാൻ പറ്റില്ല കേട്ടോ. ഇന്ന് കുറേ ആൾക്കാരുടെ റീൽസ് ചെയ്യാൻ കണ്ടു, നിങ്ങൾ എന്തിനെത്ര ട്രിഗർ ആവുന്നത്, നിങ്ങളുടെ സാക്രിഫൈസ്, നിങ്ങളുടെ എഫേർട്ടിന് ഒരുത്തം വന്നിരുന്നിങ്ങനെ പറയുമ്പോൾ നിങ്ങളത് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ പോടാ പുല്ലേന്ന് പറയണ്ടേ. അങ്ങനെയല്ല, ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇനിയൊരു റീൽ കാണിച്ചു തന്നതിന് ശേഷം നിങ്ങൾക്ക് പറയാം. നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് ദ ഫസ്റ്റ് ബൈറ്റ് ഓഫ് ഷുഗർ ആഫ്റ്റർ 2 hours ഓഫ് ഡയറ്റ്. അപ്പോൾ ഇത് അഖിൽ NRD എവിടെ നിന്നാണോ ഈ ഒരു കോണ്ടൻറ്റ് എടുത്തത്, ആ വ്യക്തി, അതായത് അഖിൽ NRDക്ക് മുമ്പ് പോസ്റ്റ് ചെയ്തൊരു വ്യക്തിയുടെ പോസ്റ്റാണ്. ഐ ആം അനൂജ് കുമാർ, ഇതാണ് ആ വ്യക്തിയുടെ അക്കൗണ്ടിലുള്ള അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേര്. ദ ഡെയിലി സ്റ്റോറി ഓഫ് മീ ആൻഡ് മൈ ഫ്രണ്ട്സ് എന്നാണ് ഇതിനകത്ത് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അഖിൽ NRD ഇത് നൈസായിട്ട് മാറ്റിയിട്ട് എന്താക്കി, മീ ആസ് എ ബോഡി ബിൽഡർ എന്നാക്കി. ഇതിപ്പോൾ ഈ അനൂജ് കുമാറിൻ്റെ വീഡിയോയിൽ ഈ പറഞ്ഞ പോലെ ബോഡി ബിൽഡേഴ്സോ ബാക്കിയുള്ള ടീംസോ വന്നിട്ട് അങ്ങനെ അങ്ങോട്ട് എന്ത് ചെയ്യുന്നില്ല, മെഴുകി കരഞ്ഞ് അല്ലെങ്കിൽ വിഷയമുണ്ടാക്കി എന്നുള്ള സെൻസിലൊന്നും കമൻ്റ് ഇടുന്നില്ല. ഇവിടെ പലരും അതാ പറയുന്നത്, ഇവരെന്തിനാണ് മെഴുകി കരയുന്നത്, ബോഡി ബിൽഡേഴ്സ് എന്തിനാണ് മെഴുകി കരയുന്നത്, ഇങ്ങനത്തെ ഒരു സെൻസിൽ ഈ സാധനം ഫേസ്ബുക്കിനകത്തൊക്കെ കുറേ പേര് ഈ കമൻറ്റുകൾ എടുത്ത് വെച്ച് ബോഡി ബിൽഡേഴ്സിനെതിരെ പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? അഖിൽ NRDൻ്റെ കമൻറ്റ് ബോഡി ബിൽഡേഴ്സ് മെഴുകി കരഞ്ഞു. എടീ, ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ളൊരു പരിപാടിയല്ല. ഇവിടെ കുറേയധികം കമൻറ്റ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. ഈ ബോഡി ബിൽഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇട്ട കമൻറ്റ്സ് തന്നെയാണ് ഞാനിവിടെ സൈഡിൽ വെക്കുന്നത്. ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പണ്ടും ഇപ്പോഴും ഒക്കെ ഒരാളുകളൊരു വിലയും കൊടുക്കുന്നില്ല. മനസ്സിലായോ? ഇറച്ചിക്കട, മസിൽ കട, മസിലന്മാർ, ഇങ്ങനെ കുറേ ടാഗ് ലൈൻ, ഇവരുടെ ഒരു എഫേർട്ട് അല്ലെങ്കിൽ ആ ഒരു കോമ്പറ്റേറ്റീവ് ഐറ്റത്തിൻ്റെ ഒരു റെസ്പെക്റ്റ് അവർക്ക് കിട്ടുന്നില്ല ബാക്കി സ്പോർട്ടുള്ള പോലെ. മനസ്സിലായോ? അവർക്ക് അതിനൊരു വാല്യൂ കിട്ടുന്നില്ല. ശരിക്കും ആ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആർട്ടാണ് അല്ലേ. നമ്മുടെ ദേഹത്തിനെ നമ്മൾ ഒരു എന്താ പറയുക, നമ്മുടെ എല്ലാ മസിൽസിനെയും നമ്മളൊരു ആർട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ബോഡി ബിൽഡിംഗ് ഈസ് ആൻ ആർട്ട് എന്നാണ് ഞാൻ പറയാം.
അപ്പം അങ്ങനെ എഫേർട്ട് ഇട്ട് അതിൽ ടൈം സ്പെൻഡ് ചെയ്ത് ലൈഫ് സ്റ്റൈൽ മാറ്റി ഭയങ്കര സാക്രിഫൈസും എഫേർട്ടും തന്നെയാണ് ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത്. അതിന് നിങ്ങൾ ബോഡി ബിൽഡേഴ്സ് വന്ന് കമൻറ്റ് ഇടുമ്പോൾ മെഴുകൽ കരച്ചിൽ അല്ലെങ്കിൽ ഇപ്പോൾ അഖിലന്നാർ ഇട്ടൊരു വീഡിയോയിൽ അവർ ട്രിഗർ ആയിട്ടുണ്ടെങ്കിൽ ദേ ഹാവ് എ സോളിഡ് റീസൺ. ഇപ്പം ഞാൻ തടി കുറച്ചൊരു എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ പീരിയഡ് ഉണ്ടായിരുന്നു. ഞാനൊരു 8 മാസം 9 മാസം, അതിന് മുന്നേ വീഡിയോ പറഞ്ഞാൽ 8-9 മാസം ഞാൻ 118 കിലോ ഒരു 40 കിലോ ആവുന്നത് വരെ ആദ്യമൊക്കെ ഫ്രൂട്ടി മാത്രമായിരുന്നു, ഫ്രൂട്ടിയും ഫ്രൂട്ട്സും ആയിരുന്നെങ്കിൽ പിന്നെ അത് അച്ചാറ് മാത്രമായിട്ട് അങ്ങനെ ഭയങ്കര അൺഹെൽത്തി ആയിട്ടാണ് ഞാൻ ഫുഡ് കഴിച്ചത്. ആ ടൈമിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ അന്ന് ഹൈപ്പോഗ്ലൈസിമിക് അല്ല, എനിക്കന്ന് ഷുഗറിൻ്റെ ഇഷ്യൂസ് ഇല്ല. പക്ഷേ തടി കുറച്ച് ബോൺ മാരോ ഡെൻസിറ്റി കുറഞ്ഞ് ഞാൻ സിവിയറായിട്ട് വേറൊരു കോലത്തിലേക്ക് പോയി. പിന്നെ കൗൺസിലിംഗ് ഒക്കെ തന്ന് ഞാൻ മധുരം കഴിക്കാതെ, ഒട്ടും മധുരം കഴിക്കാതെ, മധുരം എവിടെയെങ്കിലും വായ കിട്ടി ഞാൻ വിരലിട്ട് ഛർദ്ദിച്ചൊരു പച്ച കളർ ബൈല് പുറത്ത് വരുന്നവരെ ഞാൻ ഛർദ്ദിക്കും. അത്രയും ഞാൻ എന്താ പറയുക സൈക്കായിപ്പോയി. അപ്പം അങ്ങനത്തെ എക്സ്ട്രീം കട്ടൊക്കെ ചെയ്ത് പിന്നെ കഴിക്കുമ്പോഴുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് ബിയോണ്ട് എക്സ്പ്ലനേഷനാണ്. സീരിയസ്ലി അതൊരു ബിയോണ്ട് എക്സ്പ്ലനേഷൻ സാധനമാണ്. ഇപ്പോഴും ഞാൻ ഹൈപ്പോഗ്ലൈസീമിക് ആയിട്ടിരിക്കുമ്പോൾ എത്ര ഹൈപ്പോഗ്ലൈസീമിക് ആയിട്ടുള്ള ആളുകൾക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് എത്ര മധുരം കഴിക്കുമ്പോഴും ആദ്യമായിട്ട് മധുരം കഴിച്ച പോലത്തെ ഒരു ഫീലിംഗ് എനിക്ക് എൻ്റെ വായ പോവാം. മധുരം കഴിക്കുമ്പോൾ എനിക്കൊരു ഓക്കെയാണ്. അതുപോലെ എനിക്ക് ആ ഒരു ഫീലിംഗ് കിട്ടിയിട്ടുള്ളത് പണ്ട് ഞാൻ ഈ 8 മാസം ഡയറ്റ് ചെയ്ത് തടി കുറച്ച് അത്ര ഡ്രാസ്റ്റിക് ചേഞ്ചിലേക്ക് വന്നതിന് ശേഷം പിന്നെ ഞാൻ ബിരിയാണി മറ്റേ ബാക്കി ഫുഡൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും കിട്ടാത്ത ഒരു തരം എന്താ പറയുക ഫീലാണ് മധുരം വായിൽ തട്ടുമ്പോൾ നമുക്ക് ഉണ്ടാവുക. അത് എനിക്കറിയില്ല അതെങ്ങനെ കണക്ട് ചെയ്ത് പറയാൻ പറ്റും. അപ്പോൾ അത് ഒരു എന്താ പറയുക കളിയാക്കലിലൂടെ കാണിച്ചപ്പോൾ, അതും എസ്പെഷ്യലി ബോഡി ബിൽഡേഴ്സ് എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ അവരുടെ ആ എഫേർട്ടിനെ ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഡെഡിക്കേഷനെ ഭയങ്കരമായിട്ട് ഇടിച്ചു താത്തി കാണിക്കുന്ന പോലത്തെ ഒരു ഫീലിലേക്ക് അവർക്ക് തോന്നിയാൽ അതൊരു തെറ്റ് ഞാൻ പറയില്ല. ഓക്കെ, അവരതിൽ റിയാക്ട് ചെയ്യും. കാരണം ഞാൻ എഗെയിൻ പറയുന്നു, സൊസൈറ്റിയിൽ ഇവർക്ക് ആവശ്യമുള്ളൊരു വാല്യൂ കിട്ടുന്നില്ല. ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു ആർട്ട്, ആ ഒരു സ്പോർട്ടിന് വേണ്ട വിസിബിലിറ്റി കിട്ടുന്നില്ല. ഭയങ്കര സൈഡ് ലൈനായിട്ട് പോവാണ്. മനസ്സിലായോ? എല്ലാവരും അത് ഒന്നാമത്തെ കാര്യം ബോഡി ബിൽഡിംഗ് അല്ലെങ്കിൽ മസിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ആവാൻ പറ്റാത്തതുകൊണ്ടോ ആ ഡെഡിക്കേഷൻ ലെവലിൽ പോകാൻ പറ്റാത്തതുകൊണ്ടോ ഒരു പക്ഷേ മോസ്റ്റ് മെജോറിറ്റി അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഈ ഒരു ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞുള്ളൊരു പരിപാടി അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളുകളുടെ എണ്ണം കമ്പയറിങ് ടു ഇത് പറ്റാത്ത ആൾക്കാരുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ പറ്റാത്ത ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ അവരെ കൊണ്ട് പറ്റാതെ ആകുമ്പോൾ എന്ത് ബോഡി ബിൽഡിങ്, പിന്നെ എന്ത് മസിൽ, പറ്റാത്തതുകൊണ്ടാണ് നടക്കില്ല. കാരണം അത്ര ഡെഡിക്കേഷനിൽ അത്ര പരിപാടി ചെയ്യാൻ പാടാണ്. ഇപ്പം ഞാൻ ഒരു ടൈമിൽ ട്രൈ ചെയ്തതാണ്. ഓക്കെ, ട്രൈ ചെയ്തിട്ട് പിടിച്ച് നിൽക്കാൻ പറ്റില്ല നമ്മളെ കൊണ്ട്. ഭയങ്കര ഹാർഡാണ്. കാരണം കറക്റ്റ് ഉറങ്ങണം, കറക്റ്റ് കഴിക്കണം, കറക്റ്റ് വർക്കൗട്ട് ചെയ്യണം, കറക്റ്റ് നമുക്കെല്ലാം ഒരു സൈക്കിൾ നമ്മൾ പ്രോപ്പറാക്കിയിട്ട് എടുക്കണം. സപ്ലിമെൻറ്റ്സ് എല്ലാം കൊണ്ടും നമ്മൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു പരിപാടിയാണത്. അപ്പോൾ എന്തിനാ എത്ര സ്ട്രെസ് എടുക്കണമെന്നൊക്കെ ചോദിക്കുമ്പോൾ അതെല്ലാ സ്പോർട്ടിലും ഉണ്ടല്ലോ ഈ സ്ട്രെസ്സ്. എല്ലാ സ്പോർട്ടിലും അതിൻ്റേതായിട്ടുള്ളൊരു സ്ട്രെസ്സും അതിൻ്റേതായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ഒക്കെ വരുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള എന്തുണ്ട്, എഫേർട്ട് ഉണ്ട്, സാക്രിഫൈസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പോൾ ഈവൻ ക്രിക്കറ്റും ഫുട്ബോളും കളിക്കുന്നവർ വരെ ഷുഗർ കട്ടാണ്, ഷുഗർ കഴിക്കാറില്ല. അറ്റ് ടൈംസ് എപ്പോഴെങ്കിലും അവർക്ക് എന്താ പറയുക ഒരു 2 മാസം കൂടുമ്പോൾ 3 മാസം കൂടുമ്പോൾ ചിലപ്പോൾ കഴിച്ചാലായി, അത്രയേ ഉള്ളൂ. അങ്ങനെയും കഴിക്കാത്തവരുണ്ട്. ഇപ്പോൾ സ്നേഹ കുറേ കാലങ്ങളായിട്ട് ഷുഗർ കട്ടാണ്. പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ ക്രേവിങ്സ് വരുമ്പോൾ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് നൊട്ടി നിന്ന് പോകണത് കാണാം. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല, ഇവർക്ക് എന്തെങ്കിലും വിഷയം തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തെറ്റ് പറയാനില്ല. ഇനി ഇതിൽ വന്ന റിയാക്ഷൻ വീഡിയോ നമുക്കൊന്ന് നോക്കാം. അഖിൽ ഭായി വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ്. ഇതിലും വീഡിയോസാ ഫുൾ കോമഡി, ചിരിക്കാനുള്ള വീഡിയോസാ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ലൈഫ് മൂഡിയിൽ പെട്ടിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ബോഡി ബിൽഡേഴ്സിന്റെ ഈ പറഞ്ഞ പോലെ ഡയറ്റും കാര്യങ്ങളൊക്കെ ഇത് കഷ്ടമാണ്. അഖിൽ ഭായി കാണിച്ച് 2 മണിക്കൂറല്ല 6, 7, 8 മാസമൊക്കെ ഡയറ്റ് പിടിച്ച് ഷുഗർ കട്ട് ചെയ്തിട്ട് ഈ സാധനം കഴിക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഇതിന്റെ മേലെ അഖിൽ ഭായിക്ക് ഇത് കാണിക്കാൻ പറ്റില്ല. ഓക്കെ, ഇത് നന്നായിട്ട് വീഡിയോ കേട്ടാ. ഇതൊരു റിയാക്ഷനാണ്. ഇതുപോലെ ഒരുപാട് പേര് ഇത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതല്ലാതെ എഡ്വിൻ സജീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യനുണ്ട്. ഈ പയ്യൻ ഈ കരയുന്ന ഒരു അതായത് ഇതിൻ്റെയൊക്കെ ഒരു ഒറിജിൻ, ഈ വീഡിയോയുടെ ഒരു ഒറിജിൻ എനിക്ക് തോന്നുന്നത് ഈ എഡ്വിൻ സജീവിൻ്റെ വീഡിയോ ആണ്. ഇപ്പോൾ നേരത്തെ കാണിച്ച ആ ഒരു എന്താ പറയുക, എന്തായിരുന്നു ആ പ്രൊഫൈലിൻ്റെ പേര്, അനോജ് കുമാറും നമ്മുടെ അഖിൽ NRD, അനോജ് കുമാറിൽ നിന്ന് അഖിൽ NRD ചെയ്യുന്നു. അനോജ് കുമാറൊക്കെ ചെയ്യാനുള്ളൊരു കാരണം എനിക്ക് തോന്നുന്നത് എഡ്വിൻ സജീവിൻ്റെ വീഡിയോ ആണ്. എഡ്വിൻ സജീവ് ഒരു ബോഡി ബിൽഡറാണ്. എഡ്വിൻ സജീവ് ഇതേപോലെ ദ ഫസ്റ്റ് ബൈറ്റ് ഓഫ് ഷുഗർ ആഫ്റ്റർ 10 months ഓഫ് ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോനകത്ത് എഡ്വിൻ എന്ത് ചെയ്യുന്നുണ്ട്,
കരയുന്നുണ്ട്. അങ്ങനെ ആ ഫീലിംഗ്, അതായത് ഇത്രയും കാലത്തിന് ശേഷം മധുരം കഴിക്കുമ്പോൾ മധുരമായിട്ട് നിങ്ങൾ ഡയറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഷുഗർ കട്ടോ അല്ലെങ്കിൽ ബോഡി ബിൽഡിങ്ങിൻ്റെ സമയത്ത് കോമ്പറ്റീഷന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒട്ടും ഷുഗർ കഴിക്കാറില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഷുഗർ സോഴ്സുകളും ഷുഗറിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ കഴിക്കുന്ന കാർബിലടക്കം ഷുഗർ ഉണ്ടാവും. പക്ഷേ മധുരത്തിന് മധുരം തന്നെ വേണ്ടേ? ഞാൻ ചോദിക്കുന്നതാണ്, മധുരത്തിന് മധുരം തന്നെ വായിൽ നാവിൽ തട്ടണം. ഇപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ എന്താ പറയുക, സാധാരണ ഇങ്ങനത്തെ പഞ്ചസാര അല്ലാതെ ശർക്കരയുടെ പഞ്ചസാര, അങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടാനുണ്ട്. ബ്രൗൺ ഷുഗർ, അങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടാനുണ്ട്. പക്ഷെ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും നോർമൽ പഞ്ചസാരേൻ്റെ ഒരു മധുരമുണ്ട്. അതൊരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇത്രയും കാലം കഴിക്കാതിരുന്ന് നമുക്ക് കിട്ടുമ്പോൾ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ചെക്കനും അതുകൊണ്ടായിരിക്കണം ദ ഫസ്റ്റ് ബൈറ്റ് ഓഫ് ഷുഗർ ആഫ്റ്റർ 10 months ഡയറ്റ് എന്നുള്ളത്. ചങ്ങാതി ഒരു എന്താ പറയുക, ആ ഒരു അത്രയും വികാരം പൊട്ടിക്കരഞ്ഞ് ആ ഒരു ഷുഗർ കഴിച്ചപ്പോൾ അത് ഹാപ്പിനെസ്സാണ്. ഒന്നെന്ന് പറഞ്ഞാൽ അത് ബ്രേക്കായി, അവൻ്റെ ആ ഒരു സംഗതി കഴിഞ്ഞു, അതുകൊണ്ടുള്ളൊരു ഹാപ്പിനെസ് ആയിരിക്കാം അത് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇത്, അത്രേ ഉള്ളൂ. അപ്പം അത് ഇതിൽ നിന്നായിരിക്കണം ബാക്കി എല്ലാവരും ഇത് അഡാപ്റ്റ് ചെയ്തത്. ആൻഡ് ഇതിന് എഡ്വിൻ, ഈ ആഫ്റ്റർ അഖിൽ NRD's വീഡിയോ, എഡ്വിൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. Okay, I just want to clear one thing. ഇത് ആളുകൾ കാണുമ്പം it could be a huge thing. ഇവനെ ഈ ഷുഗർ കഴിക്കുമ്പം ഇത്ര ആക്ട് ചെയ്യേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ഓർക്കുമായിരിക്കും. ബട്ട് ഹിയർ ദ തിങ്, ഓൾറൈറ്റ്, ഐ ഡിഡ്ന്റ് ക്രൈ ബിക്കോസ് ഓഫ് ദ ടേസ്റ്റ്. ദിസ് വാസ് മൈ ഫസ്റ്റ് പ്രെപ്പ് ആൻഡ് എനിക്ക് എന്ത് ഡയറ്റ് ആയിരുന്നോ അത് മാത്രം ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. ആൻഡ് ആഫ്റ്റർ 10 months carb upന് വേണ്ടി you have to have something like this. And when I had this, trust me, I forgot ഇതിന്റെയൊക്കെ ടേസ്റ്റ് എന്താണെന്ന് ഞാൻ മറന്നുപോയായിരുന്നു. കാരണം ഇത്രയും മാസമായിട്ട് ഞാൻ റിഫൈൻഡ് ഷുഗർ ഒന്നും കഴിച്ചിട്ടില്ല. ഈ പീനട്ട് ബട്ടർ അല്ലെങ്കിൽ ഡയറി മിൽക്ക്, ഇതിന്റെ അകത്തൊക്കെ ഇടുന്ന ആ ഷുഗർ, ദാറ്റ്സ് എ കംപ്ലീറ്റ് ഡിഫറെന്റ് ടേസ്റ്റ്. ആൻഡ് ആ ഒരു ടേസ്റ്റ് വെൻ ഇറ്റ് ഹിറ്റ്, ഇറ്റ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് a lot of things. കാരണം 10 മാസം ഞാൻ ചെയ്ത സാക്രിഫൈസ് all came in my mind. ഒരു സാധനത്തിന്റെ ടേസ്റ്റ് മറന്നു പോവാന്ന് പറഞ്ഞാൽ that is how much you have sacrificed for the entire 10 months. Any bodybuilder can relate with me. They can agree with me. This is something which I felt during that one particular, I was very overwhelmed. That's why I had tears rolling down. Not because of the sugar I had. This is all I have to tell. That's pretty much it. ഇതാണ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഷുഗർ കിട്ടുമ്പോൾ ഉള്ളതല്ല. ആ ഷുഗർ നമ്മൾ ലൈക്ക് എന്താ പറയുക, ഇത്രയും ദിവസം നമ്മൾ കഴിക്കാതിരുന്നിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ മറന്നുപോയാൽ നമ്മളെ വായയ്ക്ക് അത് വരുമ്പോണ്ടല്ലോ, ദാറ്റ് ഹിറ്റ്സ് എ ഡിഫറെൻറ്റ് ലെവൽ. അതൊരു വേറെ ലെവൽ അടിയാണ്, തലക്കടി. അതായത് അതങ്ങനെയാണ് പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ഭയങ്കരമായി ഡയറ്റ് ചെയ്യുന്നു. അപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറഞ്ഞല്ലോ, 8 മാസം ഭയങ്കര ഡയറ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, കൗൺസിലിംഗ് എടുത്ത് ബാക്ക് ടു ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോഴാണ് ഞാൻ മിസ് ചെയ്തത് എന്തൊക്കെയാണ്. നമുക്കൊരു ഇമോഷണൽ അൺബാലൻസ് സ്റ്റേജിലാവും നമ്മൾ. അതിന് നമുക്ക് വീണ്ടും കൗൺസിലിംഗ് എടുക്കണം, വീണ്ടും കഴിക്കാൻ വേണ്ടിയിട്ട്. അത് മനസ്സിൻ്റെ ലൈഫ് ടൈം ഇതിലൂടെയൊക്കെ പോയവർക്ക് ഇതിൻ്റെ ഒരു സംഗതി മനസ്സിലാവും, ഇമോഷണൽ സാധനം എന്താ, ആ ഇമോഷണൽ സ്റ്റേറ്റ് എന്താണെന്നുള്ളത്. ഇപ്പോൾ അഖിലിനെ സംബന്ധിച്ചിടത്തോളം അഖിലിനത് ഒരു കോണ്ടൻ്റാണ്, അത് സർക്കാസ്റ്റിക്കായിട്ടത് ആ കോണ്ടൻറ്റ് ചെയ്തിട്ട് പോകാന്നുള്ള രീതിക്കാണ് അഖിൽ അത് ചെയ്തത്. ദാറ്റ്സ് ഓക്കെ, ബിക്കോസ് അയാൾക്കത് ചെയ്യാനുള്ള എന്തുകൊണ്ട് റൈറ്റ്സ് ഉണ്ട്, അയാളത് ചെയ്തോട്ടെ. പക്ഷേ ഇതിനിടയിൽ ഞാൻ എഗെയിൻ പറയുന്നു, എന്തിനാണ് ഈ മസിൽ കടകൾ വന്ന് കച്ചറുണ്ടാക്കുന്നത്? നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലേ? നിങ്ങളെ സാക്രിഫൈസ് നിങ്ങൾ ഈ കമൻറ്റിലൂടെ പറയണോ? എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര കുരു പൊട്ടുന്നത് എന്നൊക്കെ ബോഡി ബിൽഡേഴ്സിന് എഗെയിൻസ്റ്റ് സംസാരിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ഒരു വിസിബിലിറ്റി കുറവുള്ള, ഒട്ടും വിസിബിലിറ്റി ഇല്ലാത്ത ഒരു പ്രൊഫഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഒരു ഭയങ്കര സൈഡ് ലൈൻ ചെയ്ത് ഒരുമാതിരി അങ്ങനത്തെ രീതിക്ക് കാണുന്ന ഒരു കൂട്ടം ആളുകളാണ് ബോഡി ബിൽഡേഴ്സ്. അങ്ങനെ കാണേണ്ടവരും അല്ല കേട്ടോ. കാരണം അവരെടുക്കുന്ന എഫേർട്ട് എന്ന് പറഞ്ഞാൽ ആസ് ലൈക്ക് അതർ അത്ലറ്റ്സ് ഒക്കെ എടുക്കുന്ന പോലെ തന്നെ അവരെടുക്കുന്നത്. അപ്പം അതിനൊരു അങ്ങനത്തെ ഒരു സൈഡ് ലൈനിങ് ഉള്ള സമയത്ത് ഇതേപോലത്തെ സാധനങ്ങൾ വന്നിട്ട് ബോഡി ബിൽഡേഴ്സിനെ കളിയാക്കുന്ന രീതിയിലൊരു സാധനം വരുമ്പോൾ ഡെഫിനറ്റ്ലി ദേ വിൽ റിയാക്ട്. ആ ഒരു റിയാക്ഷൻ മാത്രമാണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കണ്ടിട്ടുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് ഈ ഇമോഷൻ കണക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇതിലൂടെ കടന്നു പോയവരായിരിക്കണം എന്ന് ഉള്ളതാണ് ഇതിൻ്റെ വിഷയം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇതേപോലെ ലൈഫിൽ ഷുഗർ കട്ട് ചെയ്ത് പിന്നെ ഒരു ഷുഗർ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തത് എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, ആൻഡ് എഗെയിൻ ഐ എം ടെല്ലിങ് ദിസ്, ഷുഗർ അത്ര നല്ല കാര്യമില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അവസ്ഥ, ബോഡി അല്ലെങ്കിൽ എൻ്റെ മെഡിക്കൽ കണ്ടീഷൻ വേറെ ആയതുകൊണ്ടും ഡിഫറെൻ്റ് ആയതുകൊണ്ടുമാണ് ഞാൻ ഭയങ്കരമായിട്ട് ഷുഗറും അല്ലെങ്കിൽ ഷുഗറുള്ള സാധനങ്ങളും കഴിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ആ ബാലൻസ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതർവൈസ് എനിക്ക് ഭയങ്കര ഹാർഡാണ് എക്സിസ്റ്റൻസ് എന്നുള്ളത്. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെയല്ല ഒരിക്കലും. ഇപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ എന്നെ പരിചയപ്പെടുന്നവരൊക്കെ
ഞാൻ കഴിക്കുന്നത് കണ്ടിട്ടും ഞാൻ ഷെയ്ക്കൊക്കെ 2-3 വാങ്ങി അടിക്കൂടെ. എക്സ്ട്രാ ഷുഗറിൻ്റെ മുകളിൽ ഷുഗറൊക്കെയാണ് ഞാൻ ചായയിലും കോഫിയിലൊക്കെ ഇടും, 3-4 പാക്കറ്റൊക്കെ ഇടും. അപ്പോൾ അവർ അങ്ങനെ എവിടെന്നെങ്കിലുമൊക്കെ ഞാൻ കഴിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കണ്ടിട്ടാവോ സായി അങ്ങനെ കഴിച്ചു, സീക്രട്ട് ഏജൻറ്റ് കഴിച്ചു എന്നൊന്നും വിചാരിക്കരുത്. ബിക്കോസ് എൻ്റെ മെഡിക്കൽ കണ്ടീഷൻ അതായതുകൊണ്ടാണ്. പക്ഷേ നോർമൽ ആളുകൾ എന്ത് ചെയ്യുക, ഷുഗർ മാക്സിമം ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ, പെർട്ടിക്കുലർ ഏജ് ടൈമൊന്നും ഇല്ല, ഷുഗർ കുറച്ച് കമ്മി ഉപയോഗിക്കുന്നത് നല്ലതാണ്, ഓക്കെ, ബെറ്ററാണ്. അപ്പോൾ അതൊരു കൺട്രോളിൽ കൊണ്ടുപോയാൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ യൂട്യൂബിലുണ്ട് ഇഷ്ടംപോലെ. ഷുഗർ കട്ട് ചെയ്താലുള്ള ബെനിഫിറ്റ്, ഷുഗർ അവോയ്ഡ് ചെയ്താലുള്ള ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. നല്ല ലൈഫ് ഹാബിറ്റ്സ് കൊണ്ടു നടക്കാൻ വേണ്ടി ശ്രമിക്കുക. ഹെൽത്തി ആയിട്ട് കഴിക്കുക. ഓക്കെ.